തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായതിനേക്കാളും നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര എക്സ്പീരിയൻസും ഭയങ്കര ഫീലും നമുക്കൊരു കോൺഫിഡൻസും നന്നായിട്ട് തോന്നുന്നുണ്ട്. ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് ഷെഫ് നമ്മൾ എത്തിച്ചു തന്നു. അതിനാദ്യം ഷെഫിനോട് നന്ദി പറയണമായിരുന്നു. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഒരു ദിവസം കൊണ്ട് ഇത് ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ വന്നത്. പിന്നെ അത് ഷെഫ് നമ്മളെ കാര്യമായിട്ട് ഇതെല്ലാം ചെയ്ത് പഠിപ്പിച്ച് തന്നപ്പോൾ നമുക്ക് അതിനോട് ഒന്നും കൂടി ഒരു എക്സ്പീരിയൻസ്ഡായി. നമ്മൾ തന്നെയാണ് ഇതിപ്പോൾ ഇത്രയും ഷെഫ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതും. ഷെഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷെഫ് ഞങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കും അതൊരു കോൺഫിഡൻസ് ആയി. അപ്പൊ ഞങ്ങൾക്കൊരു ഫ്യൂച്ചർ, കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ ജീവിതമാർഗമാണ്, ഇതൊക്കെ ഞങ്ങളുടെ ഭാവിയിൽ വരുന്നൊരു ഫ്യൂച്ചറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫീൽഡ് തിരഞ്ഞെടുത്ത് ഇതിലേക്ക് തന്നെ പഠിക്കാനായിട്ട് ഇറങ്ങിയത് തന്നെ. കാരണം ഇത് ഇന്നത്തെ കാലത്ത് ഉള്ള ജനറേഷനിലുള്ള പിള്ളേരൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം ജോലി സാധ്യതയുള്ളൊരു ഫീൽഡാണ് ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ കേരളത്തിലെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് ഹോട്ടൽ ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ജോലി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതും ഈ ഇൻഡസ്ട്രി തന്നെയാണ്. റൂം ഇവിടെ MBBA പഠിച്ചിട്ട് BBA പഠിച്ചും കഴിഞ്ഞിട്ട് പിള്ളേരും ഇവിടെ ഒരു രക്ഷയില്ലാണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ പഠിച്ച ഡെയിലി ഞങ്ങൾക്ക് ഒരു 1500 2000 രൂപ ഡെയിലി പെർ ഡേ വേജസ് ആണ് ഞങ്ങൾക്ക്. ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റമില്ല. പിന്നെ ദുബായിലോ UK കാനഡയ്ക്കോ എവിടെ വേണമെങ്കിലും പോയാലും പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ഇത് കയറി ജോലിക്ക് ചെയ്താൽ അതിലും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും ഇത് നല്ലൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ഞാൻ ഷെഫിന് അങ്ങനെ നന്ദി പറയുന്നു.